18.5 ഹെർട്സ് എന്ന് പറഞ്ഞൊരു ഫ്രീക്വൻസി ഉണ്ട്. 20 ഹെർട്സ് വരെ നമുക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ 18.5 ഹെർട്സിൽ ഒരു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി നമ്മളുടെ കണ്ണിലുള്ള ഐബോളില്ലേ, ഐബോളിൻ്റെ ഫ്രീക്വൻസിയായിട്ട് റെസൊനേറ്റ് ചെയ്യും. റെസൊനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്യൂണിംഗ് ഫോർക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഒരു ട്യൂണിംഗ് ഫോർക്ക് 40 ഹെർട്സിൽ വൈബ്രേറ്റ് ചെയ്യുന്നു, വേറെ ഒരു വാട്ടർ കോളർ ഉണ്ടെങ്കിൽ ആ 40 ഹെർട്സിൽ അത് വൈബ്രേറ്റ് ചെയ്തിട്ട് രണ്ടും ഒരേ ഫ്രീക്വൻസിയിൽ മാച്ച് ആയി വന്നൊരു മാസീവ് സൗണ്ടായിട്ട് പുറത്തേക്ക് വരും. അതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 18.5 ഹെർട്സിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാക്ടർ ഫാൻ ഉണ്ടായിരുന്നു. ആ ഫാന് ഒരാളുടെ ലാബിൽ 18.5 ഹെർട്സിലാണ് തിരിഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇയാൾ ആ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് കണ്ണിൻ്റെ മുന്നിൽ വരുന്ന പോലെ. അങ്ങനെയാണ് ഈ ഒരു 18.5 ഹെർട്സ് എന്നുള്ള ആ ഒരു മാജിക് ഹെർട്സിലേക്ക് എത്തുന്നത്, ആ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസിയിൽ നമ്മുടെ കണ്ണിൻ്റെ ഐബോള് റെസനേറ്റ് ചെയ്യും. റെസനേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും കണ്ണിനകത്ത്. ആ മൂവ്മെൻറ്റിലാണ് ഒരു പെയിലായിട്ടുള്ള ഒരു ഇമേജ് ഒക്കെ ഉണ്ടാകുന്നത്. അയാളെ ലാബിൽ ഇത് കണ്ടുപിടിച്ചിട്ട് ആ ഫാൻ ഓഫ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും ആ ഇമേജ് കണ്ടിട്ടില്ല.